ഏപ്രിൽ മാസം അതിൻ്റെ 3-ാമത്തെ വെള്ളിയാഴ്ച ഒരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കുവാൻ ദൈവം നൽകുന്ന അവസരത്തിനായി ഒരുപാട് പേരുടെ കമൻസിലൂടെ, മെസ്സേജസിലൂടെ ദൈവം ജീവിതങ്ങളിൽ പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായി മനസ്സിലാക്കുവാൻ ഈ ദിനങ്ങളിൽ ദൈവം സഹായിക്കുന്നതിനായിട്ട് നന്ദി അർപ്പിക്കുകയാണ്. കോവിഡിൻ്റെ പ്രതിസന്ധി അത് പ്രതികൂലമായി ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്നതായ ഈ ദിനങ്ങളിൽ എൻ്റെ പ്രിയരെ, സധൈര്യം പ്രാർത്ഥിക്കുക, ഉള്ളിൽ ധൈര്യമുള്ളവരായി നിലനിൽക്കുക, ശക്തിയോടുകൂടെ മുന്നേറുക. ദൈവകൃപ ഏവരെയും അനുഗ്രഹിക്കട്ടെ. വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ ആദ്യ വാക്യങ്ങൾ പഠിപ്പിക്കുന്നതായ ഒരു വസ്തുതയുണ്ട്. യെരുശലേമിലെ ആട്ടുവാതിലിൽ അരികിലുള്ള ഒരു കുളത്തിൽ, ബഥേസ്ദ എന്ന് പറയുന്ന കുളത്തിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ചാണ് ആ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്. അവിടെ ഒരു മനുഷ്യൻ കിടക്കുകയാണ്. 38 വർഷമായി അവൻ കിടപ്പ് രോഗിയായിട്ടാണ് അവിടെ ആയിരിക്കുന്നത്. അവൻ്റെ വാക്കുകളിൽ അവൻ പറയുന്നത് അവിടെയുള്ള ഏറ്റവും സീനിയറായ വ്യക്തിയാണ്. യേശു അവനോട് ചോദിക്കുന്നത്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്നുള്ള അർത്ഥതലത്തിൽ നിന്നാണ്. അവൻ്റെ ജീവിതത്തിൽ നിന്നും 2 കാര്യം പറയുന്നുണ്ട്. ഒന്നാമത് അവൻ പറയുകയാണ്, ഈ കുളത്തിൽ നടക്കുന്ന വലിയ അത്ഭുതത്തിലേക്ക് എന്നെ നയിക്കുന്നതിന് വേറെ ആരുമില്ല. രണ്ടാമത് അവൻ പറയുകയാണ്, താൻ തന്നെ ചെയ്യുന്നതായ അധ്വാനങ്ങളൊക്കെ സൗഖ്യത്തിന് കാരണമായി തീരാത്ത തരത്തിൽ അവസാനിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഓർമ്മപ്പെടുത്തിയല്ലോ, ഏറ്റവും സീനിയറായ വ്യക്തി. അവൻ്റെ ജീവിതത്തിൽ നിന്ന് അവൻ പറയുന്നത് അവന് സഹായിക്കുവാനായിട്ട് ആരുമില്ല. അവൻ തന്നെ അതിനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ പരാജയമടയുന്നു. വേദപുസ്തകം ഓർമ്മപ്പെടുത്തുന്നത് അങ്ങനെ 38 വർഷം, ജീവിതത്തിൻ്റെ പകുതിയിലധികമുള്ള ദിനങ്ങൾ ആ കുളത്തിൻ്റെ കരയിൽ സൗഖ്യം മാത്രം പ്രതീക്ഷിച്ച് ഇരുന്നതായ വ്യക്തി. യേശു അവനാവശ്യമായ സൗഖ്യത്തെ വാക്കിലൂടെ കൽപ്പിച്ച് അവിടെ നിന്ന് പോകുമാറാക്കുന്നു. വിശുദ്ധ വേദപുസ്തകം അപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഈ ദിനത്തിൽ നമ്മൾ തുടർന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് പോവുകയാണ്. എല്ലാവരുടെയും ജീവിതത്തിലെ ചിന്തകൾ 38 വർഷക്കാലം രോഗബാധിതനായി കഴിഞ്ഞ ആ മനുഷ്യനോട് തുല്യമാണ്. എന്നെ സഹായിക്കുവാനായിട്ട് ഈ ലോകത്തിൽ ആരും തന്നെ ഇല്ല. എല്ലാവരും ഉണ്ടെന്ന് പറയുമ്പോഴും സഹായിക്കുവാൻ ആരുമില്ല. ഞാൻ തന്നെ ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അത് പരാജയപ്പെടുന്നുണ്ട്. കർത്താവ് ഈ പകലിൽ സംസാരിക്കുന്നത് സ്പഷ്ടമായി ശ്രദ്ധിക്കുക. നിന്റെ കാലപ്പഴക്കമുള്ള പ്രതിസന്ധികളെ, രോഗമായിരിക്കാം, മാനസിക പീഡയായിരിക്കാം, ജീവിതത്തിലെ നിരാശയായിരിക്കാം, ഏതു തന്നെ ആയാലും അത് മാറ്റുന്ന ദൈവമായിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ട് എന്ന് കർത്താവ് നൽകുന്ന ഉറപ്പിൽ നിന്നുകൊണ്ട് നമുക്ക് തുടർന്ന് പ്രാർത്ഥനയിലൂടെ സധൈര്യം മുന്നേറാം. ദൈവം വലിയത് പ്രവർത്തിക്കും നിശ്ചയം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ആവശ്യഭാരങ്ങളാൽ ഞാനാകുലനായിടുമ്പോൾ, ആവശ്യഭാരങ്ങളാൽ ഞാനാകുലൻ ആയിടുമ്പോൾ, തൻ്റെ സാന്ത്വനം നൽകി വഴി നടത്തും യേശു
തൻ്റെ സാന്ത്വനം നൽകി വഴി നടത്തും യേശു അരികിലുണ്ട്. രോഗം പ്രയാസങ്ങളാൽ ഞാൻ ക്ഷീണിതൻ ആയിടുമ്പോൾ, രോഗം പ്രയാസങ്ങളാൽ ഞാൻ ക്ഷീണിതൻ ആയിടുമ്പോൾ, എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്. എന്നെ താങ്ങി കരങ്ങളിൽ കാത്തിടും യേശു അരികിലുണ്ട്. ആശ്വാസദായകനായി എനിക്ക് യേശു അരികിലുണ്ട്. എന്തെന്തു ഭാരങ്ങൾ ഏറി വന്നാലും എന്നെ കൈവിടാത്തവൻ, എന്തെന്തു ഭാരങ്ങൾ ഏറി വന്നാലും എന്നെ കൈവിടാത്തവൻ. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു രാജാവേ. മഹോന്നതനായ ദൈവമേ, താൻ ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനായ ദൈവമേ, രാജാതി രാജാവേ, കർത്താതി കർത്താവേ, സമാധാനത്തിൻ്റെ പ്രഭുവേ, ജീവിതത്തിനാവശ്യമായ നന്മ നൽകുന്ന പൊന്നു തമ്പുരാനെ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ, നന്ദിയോടെ സ്തോത്രമപ്പ. ഒരു വെള്ളിയാഴ്ച ദിനം കൂടെ ഒരുമിച്ച് ദൈവസന്നിധിയിൽ ചിലവഴിക്കുവാൻ, പ്രാർത്ഥനയിലൂടെ സഞ്ചരിക്കുവാൻ പൊന്നു തമ്പുരാനെ അങ്ങ് ദാനമായി നൽകിയ ശ്രേഷ്ഠ അവസരത്തിനായി സ്തോത്രം. കഴിഞ്ഞ നിമിഷങ്ങളിൽ അവിടുന്ന് ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. ഇന്നലകളിൽ അവിടുന്ന് ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങൾക്ക് പ്രിയമുള്ളവരെന്ന് പറഞ്ഞ് അങ്ങ് നൽകിയതായ പ്രിയരെ അവിടുന്ന് അനുഗ്രഹിച്ചു. രോഗം, പ്രയാസം, പ്രതിസന്ധി, ക്ഷീണം, മറ്റ് നിരാശകൾ ഞങ്ങളെ എതിർപ്പെട്ടതായ സമയത്ത് ദൈവികമായ സാമീപ്യം ഞങ്ങളോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവെ, ഞങ്ങൾ അവിടത്തേക്ക് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ദൈവസന്നിധിയിൽ ആശ്രയം വെച്ചുകൊണ്ട് ആരൊക്കെ ഈ പ്രാർത്ഥനയിൽ ഒപ്പം സഞ്ചരിക്കുന്നുവോ അവരായിരിക്കുന്ന ഇടങ്ങളിൽ പരിശുദ്ധ ദൈവത്തിന്റെ സാമീപ്യം വിശുദ്ധീകരണത്തിന്റെ അനുഭവമായി, ബലപ്പെടുത്തലിന്റെ അനുഭവമായി, ശക്തീകരണത്തിന്റെ അനുഭവമായി, ശുദ്ധത വരുത്തുന്ന അനുഭവമായി യേശുവെ പ്രാർത്ഥനയിലൂടെ അവിടുന്ന് ഇടപെട്ട് പ്രവർത്തിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ഏത് ഇടങ്ങളിലായിരുന്നാലും അകവും പുറവും യേശുവിന്റെ ശക്തിയിനാൽ നിറയുവാൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ശക്തിയിനാൽ നിറയുവാൻ, കണ്ണിലെ കണ്ണുനീരിനെ തുടയ്ക്കുന്ന സ്വർഗത്തിലെ പൊന്നുതമ്പുരാന്റെ വലിയ അനുഗ്രഹത്തിൽ നിറയുവാൻ ദൈവമായ കർത്താവെ, ഓരോരുത്തരെയും അവിടുന്ന് മനസ്സരിഞ്ഞ് സഹായിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. ജീവിതത്തിൽ കെട്ടപ്പെട്ടിരിക്കുന്നതായ കാലപ്പഴക്കമുള്ള കെട്ടലുകളൊക്കെ അഴിഞ്ഞു വീഴുന്നൊരു പകലാക്കി ഈ പ്രാർത്ഥനയുടെ അനുഭവങ്ങളെ അങ്ങയുടെ മക്കളുടെ ജീവിതത്തിൽ അവിടുന്ന് മാറ്റുന്ന കൃപകൾക്കായി സ്തോത്രം. ആന്തരികമായി സൗഖ്യം പ്രാപിക്കുവാൻ അനേകരോട് അവിടുന്ന് മനസ്സലിയുന്നതിനായിട്ട് സ്തോത്രം. ശാരീരികമായി ബലം പ്രാപിക്കുവാൻ അനേകരോട് അവിടുന്ന് മനസ്സലിയുന്നതിനായിട്ട് സ്തോത്രം. അപ്പാ, ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നെഞ്ചുവേദനയുടെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന അനേകർ ഈ പ്രാർത്ഥനയുടെ സമയത്ത് ദൈവസന്നിധിയിലായിരിക്കുന്നു. അപ്പാ, കാലപ്പഴക്കമുണ്ട്, എന്റെ ഈ വേദന എന്നെ പേടിപ്പെടുത്തുന്നതാണ്, എന്റെ ജീവിതം നഷ്ടമാക്കുമോ എന്ന് ചിന്തിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് പേടിയോടുകൂടെ കഴിഞ്ഞുകൂടുന്നതായ എല്ലാ പ്രിയർക്കായി ഞങ്ങൾ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ശക്തിയോടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവമേ, അനുഗ്രഹങ്ങളെ നൽകുന്ന ദൈവമേ,
അതിശയത്തെ പകരുന്ന ദൈവമേ, അങ്ങയുടെ മക്കളുടെ ജീവിതത്തോട് അവിടുന്ന് മനസ്സറിയുന്നതിനായി ഹൃദയത്തിന്റെ മേലെ അവിടുത്തെ ശക്തിയേറിയ കരത്തെ പതിപ്പിച്ച് നെഞ്ചുവേദനയുടെ പ്രതിസന്ധികൾ, മറ്റു ബുദ്ധിമുട്ടുകൾ അവയെ മാറ്റുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രമപ്പ. അകത്ത് ശക്തിയുള്ളവരായി തീരട്ടെ, അകത്ത് സ്വസ്ഥതയുള്ളവരായി തീരട്ടെ, വേദനകളിൽ നിന്നും വിടുതൽ പ്രാപിക്കുന്നവരായി മാറട്ടെ. അപ്പ അങ്ങ് സ്പർശിച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവാം ദൈവമേ, മറ്റു രോഗത്തിന്റെ കഠിനതകളിലൂടെ കടന്നു പോകുന്ന എല്ലാ പ്രിയർക്കായി ഞങ്ങൾ ദൈവത്തോട് നിലവിളിക്കുകയാണ്. ചെറുതും വലുതുമായി ആ പ്രിയരുടെ ജീവിതങ്ങളെ അലട്ടുന്നതായ പ്രതിസന്ധികളൊക്കെ മാഞ്ഞു പോകുവാൻ ദൈവമായ കർത്താവെ, അങ്ങ് തന്നെ അങ്ങയുടെ രക്തത്തിന്റെ ശക്തിയിനാൽ തുളയ്ക്കപ്പെട്ട കരത്തിന്റെ സ്പർശനത്താൽ മനുഷ്യരിയുന്ന കൃപകൾക്കായി സ്തോത്രം. തല മുതൽ കാലിന്റെ പെരുവിരലോളം അങ്ങയുടെ ശക്തി അനുഭവിക്കട്ടപ്പ, പുതുശക്തിയായി അനുഭവിക്കട്ടപ്പ, പുതുബലമായി അനുഭവിക്കട്ടപ്പ. അങ്ങ് മനുഷ്യരിയുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, ലോകത്തിന്റെ മുമ്പേ ആകപ്പാട് തകർന്നു, എനിക്കാരിലും ആശ്രയമില്ല, ഞാൻ ആശ്രയിക്കുന്നവരൊക്കെ എന്നെ കൈവിടുന്നവരാണ്, എന്നെ കൊണ്ടൊന്നും ചെയ്യുവാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിരാശയുടെ പടുകുഴിയിൽ വീണ് ആത്മഹത്യയെ മാത്രം പ്രതീക്ഷയോടുകൂടെ വരിക്കുവാനുള്ള വാഞ്ചയോടുകൂടെ ആയിരിക്കുന്ന അനേകം സഹോദരങ്ങളെ ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. അപ്പൊ ആ ഞെട്ടലോടുകൂടെ പല വാർത്തകളും ഞങ്ങൾ കേൾക്കുന്നതായ ഈ ദിനങ്ങളിൽ അവിടുത്തതായ വലിയ ശക്തി, അതിന്റെ പ്രേരണകളെ തച്ചുടച്ചു കളഞ്ഞ് എന്റെ ദൈവം പുതിയ ശക്തിയെ നൽകുന്നവനാണ്, പുതിയ ഭാവിയെ ഒരുക്കുന്നവനാണ്, പുതിയ നന്മകളാൽ നിറയ്ക്കുന്നവനാണ് എന്ന് അവരുടെ ഉള്ളിനോട് സംസാരിച്ച് ഉറപ്പിക്കുന്ന കൃപകൾക്കായി, വൻ കാര്യങ്ങളെ കാണുവാനായി ബലപ്പെടുത്തി എഴുന്നേൽപ്പിക്കുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവ് ദൈവമേ, ഞങ്ങളുടെ കൊച്ചുമക്കളെ എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ. രോഗത്തിന്റെ കഠിനതകളൊന്നും മക്കളെ വേട്ടയാടുവാൻ ഇടവരാതെ അവിടുന്ന് സംരക്ഷിച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശിഷ്യാൽ സ്നേഹിക്കുന്ന കർത്താവിന്റെ കരം പഠന മേഖലകളിൽ ഇടപെടുന്ന ഞങ്ങളുടെ മക്കളോട് കൂടെ ഇരുന്ന് അവിടുന്ന് പകരണമേ. പരീക്ഷകൾ അപ്പിയർ ചെയ്യുന്നതായ പ്രിയമുള്ളവരുണ്ടല്ലോ, ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നതായ പ്രിയമുള്ളവരുണ്ടല്ലോ, റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നതായ പ്രിയമുള്ളവരുണ്ടല്ലോ, ആഗ്രഹത്തിന് ഒത്തവണ്ണം ഞങ്ങളുടെ ജീവിതങ്ങളെ നിറയ്ക്കുമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിന്റെ വലിയ സാമീപ്യത്തെ ആ പ്രിയരുടെ മേൽ അവിടുന്ന് തന്നെ ശക്തിയായി പകരുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രമപ്പ. അങ്ങ് തന്നെ തുടർന്നും അനുഗ്രഹിക്കണമേ. കർത്താവ് ദൈവമേ, ഈ യൗവനക്കാരുടെ ജീവിതങ്ങളുടെ മേൽ അങ്ങയുടേതായ കൃപ അവിടുന്ന് പകരണമേ. മധ്യവയസ്കരുടേതായ ജീവിതങ്ങളുടെ മേൽ അങ്ങയുടേതായ ബലം അവിടുന്ന് പകരണമേ. വാർദ്ധക്യത്തിലെ ഞങ്ങളുടെ ശ്രേഷ്ഠ മാതാപിതാക്കളെ നന്മയാൽ, അനുഗ്രഹത്താൽ, ആരോഗ്യത്താൽ, ആയുസ്സിനാൽ അവിടുന്ന് തന്നെ നിറച്ചു കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിന്റെ ഓരോ തുറകളിലും അങ്ങയുടെ മക്കളെ അലട്ടുന്നതായ പ്രാർത്ഥനാ വിഷയങ്ങൾ അനവധിയാണല്ലോ. നാളെയെ കുറിച്ചുള്ളതായ ഉത്കണ്ഠയിൽ അനേകർ കടന്നു പോകുമ്പോ എന്റെ ദൈവമായ കർത്താവ്, ആകാശത്തിലെ പറവകൾക്ക് സകലത്തെയും നൽകുന്ന കർത്താവ്, വയലിടങ്ങളിലെ ചെറുപുല്ലുകൾക്ക് ആവശ്യമായ സകലത്തെയും നൽകുന്ന കർത്താവ്, തന്റെ സൃഷ്ടികളെയൊക്കെ പോറ്റിപ്പുലർത്തുന്ന കർത്താവ്, അങ്ങയുടെ മക്കളുടെ ജീവിതത്തിന്റെ മേൽ വലിയ ഉദയത്തെ പകരുന്ന കൃപകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. നന്മയായി ആസ്വദിക്കട്ടെ. സാമ്പത്തികമായ കെട്ടുപാടുകളിൽ നിന്നും കർത്താവെ, അങ്ങയുടെ മക്കളുടെ ജീവിതങ്ങളോട് അവിടുന്ന് മനസ്സലിയുന്നതിനായിട്ട് സ്തോത്രം. പുതുമയുള്ള അനുഭവങ്ങളെ, സമൃദ്ധിയുടെ അനുഭവങ്ങളെ ജീവിതത്തിൽ അവിടുന്ന് പകരുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. കർത്താവെ, അതുപോലെ തന്നെ അവിടുത്തതായ കൃപയും സമാധാനവും ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും യാത്രകളുടെ മേൽ, പ്രവർത്തനങ്ങളുടെ മേൽ അവിടുന്ന് പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കഠിനാധ്വാനങ്ങൾ, മറ്റു രീതിയിലുള്ള അധ്വാനങ്ങൾ, ഏതിൽ ഇടപഴകുന്ന വ്യക്തികളായാലും അങ്ങുള്ളങ്കരത്തിൽ താങ്ങി അനുഗ്രഹിച്ചു കൊള്ളണമേ. യാത്രകളുടെ മേൽ ദൈവികമായ പരിചരണത്തെ ഒരു സഹചാരിയെ പോലെ അവിടുന്ന് കൂടെയായിരുന്നു പകരണമേ എന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുകയാണ്. സ്നേഹിക്കുന്ന കർത്താവാം ദൈവമേ, ഞങ്ങളുടേതായ ജീവിതത്തിലെ നിരാശകൾ അവിടുന്ന് സകലത്തെയും മാറ്റണമേ. ഒരു ഭവനത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായ ഒരുപാട് പേരുണ്ടല്ലോ, പണി ആരംഭിച്ചിട്ടും പൂർത്തീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ല, മരണപരമായ സാഹചര്യത്തിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായി വരുന്നു എന്നൊക്കെ ഉള്ളിൽ പരിതപിക്കുന്നതായ പ്രിയമുള്ളവരുടെ മേല് കർത്താവിന്റെ കൃപ അവിടുന്ന് വ്യാപിപ്പിക്കുന്നതിനായി കർത്താവെ, ഈ 2021 വർഷത്തിൽ തന്നെ അങ്ങയുടെ മക്കൾക്ക് ഏറ്റവും മനോഹരമായ ഒരു ഭവനത്തെ അങ്ങ് ഒരുക്കി നൽകുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രിയമുള്ളവർ വിദൂരങ്ങളിലാണ്,
വിദേശങ്ങളിലാണ്, അവരായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവിക സംരക്ഷണത്തെ അവിടുന്ന് സ്വർഗീയമായിട്ട് പകരണമേ എന്ന് ഞങ്ങൾ അവിടത്തോട് യാചിക്കുകയാണ്. കർത്താവിന്റെ കൃപയിനാൽ സർവരും നിറയപ്പെടുവാൻ സഹായിക്കണം. കുടുംബങ്ങളൊക്കെ അനുഗ്രഹം പ്രാപിക്കട്ടെ, കുടുംബങ്ങളൊക്കെ നന്മ പ്രാപിക്കട്ടെ, കുടുംബങ്ങളൊക്കെ ശക്തി പ്രാപിക്കട്ടെ. കർത്താവെ, ഈ നാളുകളിൽ അവിടുന്ന് തന്നെ അതിയായി ഭവനങ്ങളോട്, കുടുംബങ്ങളോട് മനസ്സരിയുന്നതിനായിട്ട് സ്തോത്രം. കർത്താവ് ദൈവമേ, സഭയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ നാളുകളിൽ എൻ്റെ ദൈവത്തിന്റെ നാമം ഉയരപ്പെടുവാൻ, അന്ധകാരമായത് തകരപ്പെടുവാൻ എൻ്റെ യേശു സഹായിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. മാമോനുമായി ബന്ധപ്പെട്ട ചിന്തകൾ, മാമോന്റേതായ അധികാരങ്ങൾ എൻ്റെ യേശുവെ അവിടുന്ന് തച്ചുടച്ചു കളയുന്ന കൃപകൾക്കായി, വീണുപോയി കിടക്കുന്നതായ സാഹചര്യങ്ങളിൽ മാനസാന്തരത്തെ അവിടെ നയിക്കുന്ന കൃപകൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. അവിടുന്ന് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ, കൂടെ ഇരുന്ന് നന്മ പകരണമേ. അങ്ങയുടെ ദാസർ നിർഭയം അവിടുത്തെ സ്തുതിക്കുന്നതിന്, അങ്ങയുടെ സന്നിധിയിൽ അങ്ങയുടെ നാമത്തെ പ്രസിദ്ധപ്പെടുത്തുന്നതിന് അവിടുന്ന് ഈ നാളുകളിൽ അതിയായി എഴുന്നേൽപ്പിക്കുന്ന കൃപകൾക്കായിട്ട് സ്തോത്രം. വയലേലകളുടെ മേലെ അവിടുത്തേതായ കൃപ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകമെമ്പാടുമുള്ള ജനത കോവിഡിന്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ അപ്പാ, ഒരു ജനമായി സകല ജനതയും അങ്ങയിലേക്ക് നോക്കട്ടെ. അവിടെ നയിക്കുന്നതായ മഹാസൗഖ്യത്തെ, അവിടുന്ന് പകരുന്നതായ മഹാസൗഖ്യത്തെ, അതുമായി ബന്ധപ്പെട്ട പുതുമയുള്ള വാർത്തകളെ ഞങ്ങളുടെ ജീവിതങ്ങളിൽ അവിടുന്ന് കേൾപ്പിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവെ, മനസ്സറിയുന്ന ദൈവമായി അങ്ങനെയും കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത സാഹചര്യങ്ങളുടെ മേലെ എപ്പോഴും കൂടെ ഇരിക്കണമേ. ഭവനത്തിനകത്തായിരിക്കുമ്പോൾ കൂടെ ഇരിക്കണമേ, പുറത്തായിരിക്കുമ്പോൾ കൂടെ ആയിരിക്കണമേ, ജീവിത യാത്രകളിൽ കൂടെ ആയിരിക്കണമേ, എപ്പോഴും കൂടെ ഇരുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവസന്നിധിയിൽ അർപ്പിക്കുകയാണ്. കർത്താവെ, ഒരുപാട് പേര് ഒരു വട്ടം കൂടെ എന്റെ പ്രാർത്ഥനാ വിഷയത്തിന്റെ മേല് ദൈവം പ്രവർത്തിച്ചെങ്കിൽ കൊള്ളായിരുന്നുവെന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരെ അവിടുന്ന് കാണുന്ന കൃപകൾക്കായിട്ട് സ്തോത്രമപ്പ. കർത്താവെ, ഞങ്ങൾ ചിന്തയിലൂടെ ശ്രദ്ധിച്ചതുപോലെ ആ 38 വർഷത്തെ രോഗത്തെ, അവന്റെ നിരാശയെ, അവൻ ആരുമില്ല എന്നുള്ള ചിന്തയെ യേശു ഞാനുണ്ട് എന്നുള്ള ഉറപ്പ് കൊടുത്ത് അവന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിയത് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കാലപ്പഴക്കമുള്ള ഏത് പ്രതിസന്ധി ആയാലും, കാലപ്പഴക്കമുള്ള ഏത് പ്രാർത്ഥനാ വിഷയമായാലും, എന്റെ യേശുവെ, അങ്ങയുടെ മക്കൾ ഓർത്തെടുത്ത് പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ പേരിൽ അതിശയം പ്രവർത്തിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. വൻകാര്യങ്ങളെ കാണുമാറാക്കുന്ന കൃപകൾക്കായി സ്തോത്രം. എല്ലാവരെയും അവിടുന്ന് തന്നെ അനുഗ്രഹിക്കണമേ. സഹോദരി സഹോദരന്മാരെ അവിടുന്ന് തന്നെ കാത്തുകൊള്ളണമേ. മാതാപിതാക്കളെ അവിടുന്ന് കാത്തുകൊള്ളണമേ. കൊച്ചുമക്കളെ അവിടുന്ന് അനുഗ്രഹിച്ചു കൊള്ളണമേ. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. കർത്താവിൻ്റെതായ കൃപ, സമാധാനം ഈ നാളുകളിൽ അനുഗ്രഹമായി ആസ്വദിക്കുവാൻ സ്വർഗത്തിലെ വലിയ ദൈവം അനുഗ്രഹിച്ച് ജീവിതത്തെ വഴി നടത്തുമാറാകട്ടെ. എല്ലാവർക്കും സന്തോഷത്തിന്റെ ദിനങ്ങൾ നേരുന്നു. ഓർമ്മപ്പെടുത്തിയല്ലോ, കൊറോണയുടെ ഈ കഠിനതകൾ ഏറിയ ദിനങ്ങളിൽ അധികമായി ദൈവത്തോട് പ്രാർത്ഥിക്കുക. മുമ്പിലത്തേതിലും അധികമായി തന്നെ ദൈവത്തോട് നിലവിളിക്കുക. ദൈവം വൻകാര്യങ്ങളെ പ്രവർത്തിക്കും. അത് നമ്മൾ ശ്രവിച്ച് ദൈവത്തിന് സാക്ഷികളായി മാറും. ദൈവം ഒപ്പമായിരുന്ന് അനുഗ്രഹിച്ച് നമ്മുടെ ജീവിതങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ നമ്മുടെ ഈ ഒരു പ്രാർത്ഥനാ സമയത്ത് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആ സ്ക്രീനിൻ്റെ കോണിൽ കാണുന്നതായ നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കാവുന്നതാണ്. ഉറപ്പായും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം പ്രവർത്തിക്കും. ദൈവം കൂട്ടായിരിക്കട്ടെ. നന്ദി.